നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം, നമ്മുടെ ഇന്നിനെയും ഇവിടം വരെ ഉള്ളതിനെയും നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാളുകൾ എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല. പക്ഷെ അതറിയാവുന്നവനെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പൊ കർത്താവ് എന്തുദ്ദേശിച്ചാണ് ഈ 5 അപ്പവും വെറും 2 മീനും തൻ്റെ കൈ കിട്ടിയ ഉടനെ ആളുകളോട് ഇരിക്കാൻ പറഞ്ഞത്? ഇതൊരു വെളിപ്പാടാണ്. അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷൻ, യേശു ആളുകളോട് ഇരിക്കാൻ പറഞ്ഞത് താൻ ആരെന്നുള്ള തൻ്റെ റെവലേഷൻ. കാരണം നിങ്ങൾ നിൽക്കുന്നത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷനിലാണ്. സാഹചര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ചില ഇൻഫർമേഷനുകൾ തരുന്നുണ്ട്, സാഹചര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ ചില ഇൻഫർമേഷൻ തരുന്നുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ തരുന്ന ഇൻഫർമേഷനിലല്ല ഞാൻ നിൽക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം തരുന്ന റെവലേഷനിലാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയ പുരുഷാരം കർത്താവിന്റെ അടുക്കൽ വന്നു. പുരുഷാരം കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. നെക്സ്റ്റ് എന്താണെന്ന്, അടുത്ത സംഭവം, അടുത്ത മിനിറ്റിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് കൂടെ നിൽക്കുന്നവനും അറിയില്ല, അപ്പുറത്ത് നിൽക്കുന്നവനും അറിയില്ല. നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം, നമ്മുടെ ഇന്നിനെയും ഇവിടം വരെ ഉള്ളതിനെയും നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാളുകൾ എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല. പക്ഷെ അതറിയാവുന്നവനെയാണ് നമ്മൾ സേവിക്കുന്നത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. ഉടനെ ഫിലിപ്പോസ് വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന്. എനിക്ക് അവിടെയാണ് നിർത്തേണ്ടത്. യേശു കർത്താവ് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഇരിക്കാൻ. 3 ദിവസത്തെ യോഗം കഴിഞ്ഞ് ആ കൊടും കാട്ടിനകത്ത്, ആ മരുഭൂമിയിൽ 3 ദിവസത്തെ യോഗം കഴിഞ്ഞ് ഭക്ഷണം 3 ദിവസമായിട്ട് അവർ കഴിച്ചിട്ടില്ല. ഈ ജനം മുഴുവൻ പോകാൻ എഴുന്നേറ്റു. യോഗം കഴിഞ്ഞു, പോകാൻ എഴുന്നേറ്റ ജനത്തെയാണ് കർത്താവ് ഇരുത്തി പോഷിപ്പിച്ചത്. ഇത് ഞാൻ ഒത്തിരി സ്ഥലത്ത് കാണുന്നത്. ദൈവത്തിൻ്റെ എല്ലാ ഡീലുകളും തക്ക സമയത്തായിരിക്കും. പുരുഷാരത്തോട് നിലത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് എന്തുദ്ദേശിച്ചാണ് ഈ 5 അപ്പവും വെറും 2 മീനും തൻ്റെ കൈ കിട്ടിയ ഉടനെ ആളുകളോട് ഇരിക്കാൻ പറഞ്ഞത്? അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷനാണ്. അന്ത്രയോസ് എന്താ കൊടുത്തേ? ഉറക്കെ പറ. എന്തായിരുന്നു ആശിഷ അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഇതാണ് അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ. പക്ഷെ യേശു ആളുകളെ ഇരുത്താൻ പറഞ്ഞത് ഇൻഫർമേഷനിലല്ല, റെവലേഷനിലാണ്. യേശു കർത്താവ് പുരുഷാരത്തോട് നിലത്തിരിക്കാൻ പറഞ്ഞു. ആ 5 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ചു, ജനത്തിന് വിളമ്പി, എല്ലാവർക്കും ലഭിച്ചു. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ 2 മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. പറഞ്ഞേ, വേണ്ടുന്നിടത്തോളം കൊടുത്തു. കണ്ടോ, വർദ്ധിച്ചു. അത് ഇതൊരു വെളിപ്പാടാ. അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷൻ, യേശു ആളുകളോട് ഇരിക്കാൻ പറഞ്ഞത് താൻ ആരെന്നുള്ള തൻ്റെ റെവലേഷൻ. കാരണം നിങ്ങൾ നിൽക്കുന്നത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷനിലാണ്. സാഹചര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ചില ഇൻഫർമേഷനുകൾ തരുന്നുണ്ട്, സാഹചര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ ചില ഇൻഫർമേഷൻ തരുന്നുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ തരുന്ന ഇൻഫർമേഷനിലല്ല ഞാൻ നിൽക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം തരുന്ന റെവലേഷനിലാണ്.